മെജോറിറ്റി ആൾക്കാരെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരാവശ്യമില്ലാത്ത സാധനം കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുകയും ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് കഴിക്കുകയും ചെയ്യുന്നു. പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് പില്ലർ ആയിട്ടുള്ള ബാലൻസ് ഡയറ്റിനെ കുറിച്ചാണ്. ഞാൻ ഫോർത്ത് പില്ലർ എന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഹെൽത്ത് എന്ന് പറയുന്ന സാധനത്തിൻ്റെ 4 പില്ലറുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് പില്ലർ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, രണ്ടാമത്തെ പില്ലർ എക്സസൈസ്, മൂന്നാമത്തെ പില്ലർ പ്രോപ്പർ റെസ്റ്റ് അല്ലെങ്കിൽ സ്ലീപ്പ്, നാലാമത്തെ പില്ലറാണ് ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പെട്ടെന്ന് എങ്ങനെ ചിന്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് അയ്യോ അപ്പോൾ ഇവർ പ്രോപ്പർ ആഹാരമൊന്നും കഴിക്കാതെ ഈ പട്ടിണി കിടക്കുന്നതെന്നാണ് ഈ ഡയറ്റിങ്ങിനെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. എത്ര വലിയ വിദ്യാധാരണ നൽകി നമ്മൾ പലതും യൂട്യൂബിലോ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡയറ്റാണ്. മെക്സിക്കൻ ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ്, ആ ഡയറ്റ് ഈ ഡയറ്റ് എന്ന് കുറേ സംഭവങ്ങളാണ്. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല ഡയറ്റ് പ്ലാനും എടുക്കും, കുറച്ച് ദിവസം ഫോളോ ചെയ്യും, അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നിർത്തി വീണ്ടും പഴയ ഫുഡ് ഹാബിറ്റിലോട്ട് പോകും. അപ്പോൾ അതിനെ ഞാൻ നോർമലി പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയല്ല. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ശീലിച്ചിട്ടുണ്ട് ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം, അങ്ങനെയൊക്കെ നമ്മൾ സാധനങ്ങൾ കഴിച്ച് നമ്മൾ ശീലിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സാധനം വെച്ചാൽ അതിൽ ഏതിൻ്റെയൊക്കെ അളവ് എത്രത്തോളം കുറയ്ക്കാം, ഏതൊക്കെ സാധനം ആ ഫുഡിലൂടെ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് ഉള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നത് പണ്ട് കഴിച്ചിരുന്ന പോലെ തന്നെയാണ്, പക്ഷെ അതിലൊരു വ്യത്യാസം, ഇങ്ങനത്തെ വ്യത്യാസം വരും. പണ്ട് ഞാൻ 4 ദോശ കഴിക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ ഇപ്പോൾ ഒരു ദോശയും ഒരു ഡബിൾ ഓംലെറ്റും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടെ കഴിക്കാൻ പറ്റുമോ നോക്കും. ഓക്കെ, ദോശ ഞാൻ വിട്ടിട്ടില്ല, സാമ്പാർ കഴിക്കും അല്ലെങ്കിൽ ചമ്മന്തി കിട്ടും, അതൊക്കെ കഴിക്കും. ഉച്ചയ്ക്കും ചോറും കറികളും തന്നെയാണ്. ചോറിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറയ്ക്കും, കറികളുടെ ക്വാണ്ടിറ്റി കൂട്ടും, അതിനോട് ഫ്രഷ് വെജിറ്റബിളും ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ എന്താ പറയുക, നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്, അതിൽ ഏതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കണം ഏതിൻ്റെ അളവ് കൂട്ടണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ബോറടിച്ചിട്ടേ ഇല്ല. ഞാൻ എല്ലാ സാധനം കഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്, എന്നാൽ എനിക്ക് ഭയങ്കര ഹെവി ഡയറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ബോഡി കോമ്പോസിഷനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബോഡി കോമ്പോസിഷൻ നോക്കുമ്പോൾ മസിൽ പെർസെൻറ്റേജ് ഒക്കെ വളരെ കൂടുതലായി, ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കര കുറഞ്ഞു, വിസറൽ ഫാറ്റ് കുറഞ്ഞു, ബോഡി ഏജ് കുറഞ്ഞു. ഇറ്റ് ഈസ് സോ നൈസ്. അപ്പോൾ ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് ഭീകരമായ ഒരു ഡയറ്റ് പ്ലാനിലോട്ട് പോകുന്നതിനേക്കാളും നമ്മൾ സാധാരണ ഡയറ്റിനകത്ത് നമുക്ക് ആ വ്യത്യാസപ്പെടുത്താൻ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ആഹാരം നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നതിനെക്കുറിച്ച് ധാരണയാണ് നമുക്കുണ്ടാകുന്നത്. ആക്ച്വലി ഡയറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, ബാലൻസ് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, വേണ്ടാത്ത സാധനങ്ങൾ കുറയ്ക്കുക. ഇതാണ് ഒരു പ്രോപ്പർ ഡയറ്റ്. അതുപോലെ തന്നെ ഈ ഡയറ്റ് എന്ന് പറഞ്ഞ സാധനം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. കാരണം അവരുടെ മൊത്തം ആക്ടിവിറ്റീസ്, നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയെ, ഇപ്പോൾ എനിക്ക് അയാൾക്ക് ഹെൽത്ത് ചലഞ്ചസ് ഉണ്ട് എന്ന്, ഭയങ്കര ഹെൽത്ത് ചലഞ്ചസ് ആണെന്ന് കണ്ടാൽ ഞാൻ നോർമലി അവരോട് പറയുന്നത് നിങ്ങളെ ബോഡി കോമ്പോസിഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ബോഡി കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ്, മസിൽ പെർസെൻറ്റേജ്, വിസറൽ ഫാറ്റ്, റെസ്റ്റിംഗ് മെറ്റബോളിസം, ഇങ്ങനത്തെ സാധനങ്ങൾ, ബോഡി ഏജ്, ഓക്കെ, ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറയും. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തുമാത്രം ഫിസിക്കലി ആക്റ്റീവാണ്, അപ്പോൾ നിങ്ങളുടെ ജോബ് എന്താണ്. അപ്പോൾ ചില ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചില ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ രാവിലെ 1-2 മണിക്കൂറായിരിക്കും അവർ വർക്ക്, ബാക്കി സമയം മുഴുവൻ അവർ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നവരായിരിക്കും. ഓക്കെ, ചില ആൾക്കാർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജീവിത ശൈലി എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ചോദിക്കേണ്ടത് അവരുടെ ഒരു ദിവസത്തെ ഫുഡ് ഹാബിറ്റ് എന്താണ്, എന്തൊക്കെ അവരുടെ ഫുഡ് എങ്ങനെയാണ് കഴിക്കുന്നത്, അവരുടെ ഫുഡിനകത്ത് എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസും മിനറൽസും ഫൈറ്റോ ന്യൂട്രിയൻസ് എല്ലാം ഫൈബർ എല്ലാം കിട്ടുന്ന ഒരു ഡയറ്റ് പാറ്റേൺ അവരുടെ. അപ്പോൾ ഏതാണ് അവരുടെ ശരീരത്തിൽ, അവരുടെ ഡയറ്റിനകത്ത് ഇല്ലാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ഏറ്റവും ശരീരത്തിൽ വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണ് അവരുടെ ഡയറ്റിനകത്ത് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കും. അവർ ഏത് സാധനമാണ് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷമാണ് നമ്മളൊരു ഡയറ്റ് പാറ്റേൺ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 4 പില്ലറിൽ ഇപ്പോൾ പ്രോപ്പർ സ്ലീപ്പ് അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളൊരു 10% നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
രണ്ടാമത്തത് എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഒരു 20% നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് അത് നമുക്കൊരു 10% നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ 60% നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ കഴിക്കാതെ. മെജോറിറ്റി ആൾക്കാരെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരാവശ്യമില്ലാത്ത സാധനം കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുകയും ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് കഴിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഒരു വലിയൊരു മിഥ്യാധാരണയാണ് ഈ സപ്ലിമെന്റ് എന്ന് പറഞ്ഞ കേൾക്കുമ്പോഴോ അതൊന്നും ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയല്ല. നമ്മളെ കേരളത്തിലെ ഡയറ്റ് പാറ്റേണിൽ സപ്ലിമെന്റ് വളരെ വലിയ റോൾ ഉണ്ടാക്കും. കാരണം നമ്മൾ പല ഫുഡ് ഹാബിറ്റ്സും കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിലെ ഫുഡ് ഹാബിറ്റ്സിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസോ, വൈറ്റമിൻസോ, പ്രോട്ടീനോ, ഫൈറ്റോ ന്യൂട്രിയൻസോ, ഒമേഗയോ, ഒമേഗ 3യോ അല്ലെങ്കിൽ ഫൈബറോ അടങ്ങിയ ആഹാരങ്ങൾ വളരെ കുറച്ചേ നമ്മൾ കഴിക്കുന്നുള്ളൂ. നമ്മൾ വേണ്ടതിനേക്കാളും വളരെ കുറവാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ സപ്ലിമെന്റിനെ കുറിച്ചുള്ള വളരെ മോശപ്പെട്ട ചില പ്രചരണങ്ങൾ പല ഡോക്ടേഴ്സും, മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സും ആവശ്യമില്ലാതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തി പോകാമെങ്കിൽ പല ഡോക്ടർമാർക്കും പണി കിട്ടൂല. ഓക്കെ, അതാണ് സത്യം. അത്രമാത്രം ഹെൽത്തിനെ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഞാനൊരു 20 വർഷമായിട്ട് ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അത്രമാത്രം എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പാറ്റേണും പ്രോപ്പർ സപ്ലിമെന്റേഷനിൽ കൂടി എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഏത് ഹെൽത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയാലും എല്ലാ ഹെൽത്ത് സ്റ്റാറ്റസും എനിക്ക് നോർമലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനം വലിയ റോള് എനിക്ക് സപ്ലിമെന്റേഷൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സപ്ലിമെന്റേഷൻ എന്താണ്? ഏത് ന്യൂട്രിയൻ്റ് ആണോ നമ്മുടെ ശരീരത്തിൽ കിട്ടാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ന്യൂട്രിയൻ്റ് മാത്രം സപ്ലിമെന്റ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ ഉദ്ദേശം. പക്ഷേ സപ്ലിമെന്റ് സെലക്ട് ചെയ്യുന്നതിനകത്തും എങ്ങനെയാണ് ആ സപ്ലിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സപ്ലിമെന്റ് സെലക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ സപ്ലിമെന്റ് എടുക്കാതെ നമുക്കൊരു ഡയറ്റ് പാറ്റേൺ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ടഫായിരുന്നു. ഓക്കെ, ഞാൻ പല യൂറോപ്യൻ കൺട്രികളിലും പോയപ്പം അവിടുത്തെ ഡയറ്റ് പാറ്റേൺ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡയറ്റ് പാറ്റേണിനകത്ത് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്ന വിധത്തിലുള്ള ഡയറ്റ് പാറ്റേൺ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ഫുഡ് ഹാബിറ്റ്സിനകത്ത് വളരെ ടഫാണ്. നമ്മുടെ കേരളത്തിലെ ഫുഡ് ഹാബിറ്റ്സിനകത്ത് ആവശ്യമുള്ള സാധനം വളരെ ക്വാണ്ടിറ്റി കൂടുതലും ആവശ്യമുള്ള സാധനം വളരെ കുറച്ചും കഴിക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ആണ്. ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഞാൻ ഇട്ടിരുന്നു. ഓക്കെ, ആൾക്കാർക്ക് ഒരു അവയർനെസ് കിട്ടാനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ചൊക്കെ. ഓക്കെ, അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. എനിക്ക് പരിചയമുള്ള നിറയെ ആൾക്കാർ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അവരുടെ ഡയറ്റ് പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. മാറ്റിയ ആൾക്കാർ പലരും എന്നെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഡയറ്റ് മാറ്റിയോടുകൂടി അവരുടെ ബോഡി കോമ്പോസിഷനിൽ വ്യത്യാസം വന്നു, അവരുടെ ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞു, മസിൽ പെർസെൻറ്റേജ് കൂടി എന്നൊക്കെ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പ്രോപ്പർ ഡയറ്റ് ഞാൻ പറയുമ്പോൾ ബാലൻസ് ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ 1-2 ന്യൂട്രിയൻസിന്റെ കാര്യം ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് പറയാം ആ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകും. പ്രോപ്പറായിട്ട് കാൽഷ്യം നമ്മുടെ ഫുഡിനകത്ത് കാൽഷ്യം ഉള്ള ഫുഡ് പ്രോപ്പറായിട്ട് കഴിച്ചില്ലെങ്കിലാണ് ബാക്ക് പെയിൻ ഉണ്ടാവുക, കൈയും കാലും ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ അസുഖം വരിക. എന്ന് വെച്ചാൽ കൈയും കാലൊക്കെ പെട്ടെന്ന് വീഴുന്നാൽ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ, ബോണിൻ്റെ ഒക്കെ ശക്തി കുറഞ്ഞു പോവുക, അത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അതിൽ ഒമേഗ 3 നമ്മളെ ഫുഡിനകത്ത് കുറഞ്ഞു പോയാൽ നമുക്ക് HDL ലെവൽ വളരെ കുറയും. അത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇഷ്ടംപോലെ ഇൻഫ്ലമേറ്ററി ഡിസീസ് വരാനുള്ള സാധ്യത ഒമേഗ 3യുടെ കുറവുണ്ടാകും. അതുപോലെ വൈറ്റമിൻ ഡി, നമ്മളെ മെച്ചോറിറ്റി ആൾക്കാരും വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല. ഓക്കെ, അവിടെ ഗ്ലാമറിൽ കുഴപ്പം വരുമെന്ന് വെച്ചിട്ട് വെയിൽ കൊള്ളുന്നില്ല. പല ആൾക്കാരും വെയിൽ കൊള്ളുന്ന ജോലിയല്ല ചെയ്യുന്നത്, നിറയെ ആൾക്കാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ളതാണ് വൈറ്റമിൻ ഡി. അതിന് ഡെഫിഷ്യൻസി കൊണ്ട് എന്തുമാത്രം ഹെൽത്ത് ചലഞ്ച് ഉണ്ടാവും എന്നുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ട് നിങ്ങൾ ചോദിച്ചൊക്കെ മനസ്സിലാവും. എന്തുമാത്രം ഹെൽത്ത് ചലഞ്ചസ് ആണ് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടുണ്ടാവുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളും ഇപ്പം പ്രതിരോധശേഷി, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ ഓരോ ചെറിയ ന്യൂട്രിയന്റിന് പോലും നമ്മുടെ ശരീരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പം നമ്മുടെ ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം, ഒമേഗ 3 ഉണ്ടാവണം, ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ടാവണം, ദെൻ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം. ഇതെല്ലാം പ്രോപ്പറായിട്ടൊരു ബ്ലെൻഡായിട്ട് നമ്മുടെ ഫുഡിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നോർമൽ കോഴ്സിൽ ആൾക്കാർ ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വയസ്സാവുക എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഹെൽത്തി ആയിട്ട് വയസ്സാവുക എന്നുള്ളത് നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ അസുഖങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത അത് പകരുന്ന അസുഖമല്ല,
നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് മാത്രം നമുക്കുണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ ആ കയ്യിരിപ്പ് അല്ലെങ്കിൽ നമ്മളെ ആ ലൈഫ് സ്റ്റൈൽ അതിലുള്ള വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. 100 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസ് കൊഴിഞ്ഞു പോവുകയും പുതിയ സെൽസ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ ഇന്ന് നിങ്ങൾ വിചാരിച്ചാൽ അടുത്ത 100 ദിവസം നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടോ 100 ദിവസം കഴിഞ്ഞ് പല ഹെൽത്ത് ചലഞ്ചസ് നിങ്ങൾക്ക് കാണില്ല. അപ്പൊ അതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ഓരോ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, നമ്മുടെ ഫുഡിനകത്ത് അത് എങ്ങനെ നമ്മൾ കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചും ഞാൻ തുടർന്നുള്ള എപ്പിസോഡിനകത്ത് കൃത്യമായിട്ട് പറയും. ഞാനൊരു ഡോക്ടറിന്റെ സംസാരിച്ച കാര്യം ഞാൻ ഒരു എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ പിന്നെ എത്രമാത്രം ഈ സബ്ജക്റ്റിനെ കുറിച്ച് പല ആൾക്കാർക്ക് പല എക്സ്പേർട്സിനും പിന്നെ ഫിസിഷ്യൻസ് പല ഡോക്ടേഴ്സിനും വലിയ ഒരു ധാരണയില്ലെന്നുള്ളതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആയിരുന്നു എനിക്കത്. ഓക്കെ, അതായത് ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും അദ്ദേഹം തർക്കിക്കുമായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ കഴിക്കുന്ന ഫുഡിൽ കൂടെ എല്ലാം കിട്ടും, നിങ്ങൾ പ്രോപ്പറായിട്ട് ദിവസം ഒരു മുട്ടയും ഫിഷൊക്കെ കഴിക്കുന്നില്ലേ, നിങ്ങൾ മുട്ട കഴിക്കുന്നില്ലേ, നിങ്ങൾ വെജിറ്റബിളുള്ള കറികളൊക്കെ കഴിക്കുന്നില്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസ് എല്ലാം കിട്ടും, നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ചില ക്യാൻസർ വിദഗ്ധന്മാരൊക്കെ ഘോര സംസാരിക്കേണ്ടിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഫണ്ണി ആയിരിക്കുന്നു. ഓക്കെ, അവരെന്താണ് ഈ പറയുന്നത് പോലെ ഒരു ബോധമില്ലാതെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ എനിക്ക് ഞാൻ അത് ആ ഡോക്ടറുടെ സംസാരിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടർ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ എൻ്റെ ഡയറ്റിലെല്ലാം പ്രോപ്പറായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്താറുണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഒരു ദിവസത്തെ ഇന്നലെ കഴിച്ച ഫുൾ ഫുഡിന്റെ ഡീറ്റെയിൽസ് പറയും, നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറും കൂടെ. അപ്പൊ ഡോക്ടറിന് ഇത് അറിയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഡോക്ടറിന് ഇങ്ങോട്ട് എന്താ പറയാം 1.5 ഗ്രാം മുതൽ 2 ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് ഒരു ദിവസം ശരീരത്തിൽ ആവശ്യമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. കാർബോഹൈഡ്രേറ്റ് അത് ഓരോരുത്തരുടെ വർക്ക് പാറ്റേൺ, ഫിസിക്കൽ ആക്ടിവിറ്റി കൂടിയ ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കണം, ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ കഴിക്കണം. അപ്പൊ ഞാൻ ഡോക്ടറിനാണെങ്കിൽ എത്ര വേണം, എനിക്കാണെങ്കിൽ ഒരു 200 ഗ്രാം 250 ഗ്രാം ഒക്കെ മാക്സിമം മതി. കാരണം എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. എനിക്കൊരു 200-250 ഗ്രാം മതി. നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഡോക്ടറിന്റെ തലേ ദിവസത്തെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് എടുക്കാം. ഞാൻ ഡോക്ടർ എന്താ കഴിക്കും, അപ്പൊ ഞാൻ രാവിലെ ഇന്നലെ 3 ദോശ കഴിച്ചു, രാവിലെ ഒരു മുട്ട കഴിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ 3 ദോശ കഴിക്കുമ്പോൾ ഒരു 3 ഗ്രാം അതിനകത്ത് ഉഴുന്നൊക്കെ ഉള്ളത് 3 ഗ്രാം ഒരു ദോശയിലുണ്ടെങ്കിൽ തന്നെ 9 ഗ്രാമായി, മുട്ടയിൽ ഒരു 6 ഗ്രാം, ഒരു 15 ഗ്രാമോളം പ്രോട്ടീൻ രാവിലെ കിട്ടി, അല്ലെങ്കിൽ ഒരു 20 ഗ്രാം പ്രോട്ടീൻ കിട്ടി. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒരു ഇഡലിയുടെ സൈസിനാണെങ്കിൽ ഒരു 3 ഇഡലി സൈസിന് ചോറെടുത്തു. പിന്നെ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഉണ്ടായിരുന്നു, കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഏതിലൊക്കെയാണ് പ്രോട്ടീൻ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കിയത്. അരിയിലൊക്കെ എത്ര പ്രോട്ടീൻ, ആ ചോറിൽ പ്രോട്ടീൻ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ദെൻ നേരെ നമ്മൾ ഫിഷിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു 15 ഗ്രാം കിട്ടിയെന്ന് വെച്ചാൽ 20 ഗ്രാം കിട്ടിയെന്ന് വെച്ചു. വൈകുന്നേരം എന്ത് കഴിച്ചു, 2 ചപ്പാത്തി കഴിച്ചു. കറി എന്തായിരുന്നു, ഉച്ചയ്ക്കത്തെ ഫിഷിന്റെ ഉണ്ടായിരുന്നു. 2 ചപ്പാത്തിയിലും ഫിഷും കൂടി ചേർത്ത് അതും ഒരു 15 ഗ്രാം കിട്ടിയെന്ന് വെച്ചു. നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെയൊക്കെ എല്ലാം പ്രോട്ടീൻ കിട്ടും. അപ്പം 3 നേരത്തെയും കൂടെ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ 40 10 55 ഗ്രാമാണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് 70 കിലോ. അദ്ദേഹം പറഞ്ഞനുസരിച്ച് 100 മുതൽ മിനിമം 100 ഗ്രാമും മാക്സിമം 150 ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയതോ അതിന്റെ പകുതി പോലും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെട്ടു, അയ്യോ അപ്പൊ എൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ എൻ്റെ ഡയറ്റിനകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് യു നീഡ് സപ്ലിമെന്റ്. അല്ലാതെ സപ്ലിമെന്റേഷൻ എല്ലാവർക്കും വേണമെന്ന് പറയുന്നില്ല. നമ്മൾ പ്രോപ്പർ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രോപ്പർ ബാലൻസ് ഡയറ്റ് അറിയാവുന്ന ആൾക്കാർക്ക് ഒരു സപ്ലിമെന്റ് ആവശ്യമില്ല. ഓക്കെ, പക്ഷെ അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് സപ്ലിമെന്റ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം സപ്ലിമെന്റ് എടുക്കാൻ തുടങ്ങി. യഥാർത്ഥം പറഞ്ഞാൽ അദ്ദേഹം സപ്ലിമെന്റ് എടുത്തു തുടങ്ങി, എല്ലാ സപ്ലിമെന്റ് എടുത്തു തുടങ്ങി. അദ്ദേഹത്തിന്റെ ഹെൽത്തിൽ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. ഇപ്പൊ അദ്ദേഹം അത് പറയാറില്ല. ഏതാണ്, നമുക്ക് ഫുഡിൽ കൂടെ എല്ലാം കിട്ടുന്നു, നമ്മളെ ഡയറ്റിൽ കൂടെ എല്ലാം കിട്ടുന്നു, ആവശ്യമില്ലാത്ത അപ്പോൾ ആ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തൊന്നും ഞാൻ കഴിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം എന്താ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഫുഡ് ഹാബിറ്റിനകത്ത് അദ്ദേഹം തന്നെ പറഞ്ഞത് 200-250 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മതി എന്നാണ്. അദ്ദേഹത്തിന്റെ ഫുഡ് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 500 ഗ്രാമിന് മേലെയാണ് കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം കഴിക്കുന്നത്. പ്രോട്ടീൻ വേണ്ടതിന്റെ പകുതി പോലും കിട്ടുന്നില്ല. കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന്റെ ഇരട്ടിക്ക് മേലെ അദ്ദേഹത്തിന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്, ആവശ്യത്തെ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നു, ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കുന്നില്ല. ഓക്കെ, ഫ്രഷ് വെജിറ്റബിളോ ഫ്രൂട്ട്സോ അദ്ദേഹത്തിന്റെ ഡയറ്റിനകത്തില്ല. അങ്ങനെ വൈറ്റമിൻസും മിനറൽസും കിട്ടാനുള്ള സാധ്യതയും കുറഞ്ഞു. പ്രോപ്പർ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സാധനം അദ്ദേഹം കഴിക്കുന്നില്ല. അപ്പൊ ഫൈബറിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ ഫിഷ് കഴിച്ചുകൊണ്ട് omega-3 കുറച്ചെങ്കിലും കിട്ടും വയ്ക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെഫിഷ്യൻസി എന്തിലൊക്കെയാണ്, പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്, വൈറ്റമിൻസ് മിനറൽ ഡെഫിഷ്യന്റ് ആണ്, ഫൈറ്റോ ന്യൂട്രിയൻസ് ഡെഫിഷ്യന്റ് ആണ്, ഫൈബർ ഡെഫിഷ്യന്റ് ആണ്, omega-3 ഡെഫിഷ്യന്റ് ആണ്. നോക്കൂ, അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. ഇപ്പൊ ഇത് പ്രോപ്പറായിട്ട് എല്ലാ ഡോക്ടേഴ്സിനും അറിയാമെങ്കിൽ ഒരു ഡോക്ടർമാർക്ക് ഒരു ഹെൽത്ത് ചലഞ്ചും വരാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു സാധാരണക്കാർക്ക് ചില ബോധം വേണം.
എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ല. അപ്പം ഡയറ്റിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റ്, ഇതിനെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഹെൽത്ത് ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. അതിന് നിറയെ ആൾക്കാരുടെ ഹെൽത്ത്, അവർക്ക് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ എൻ്റെ ഞാൻ ഗൈഡൻസ് കൊടുത്ത ആൾക്കാർ ഒരു ഹോട്ടലിൽ പോയാൽ പോലും അയാളെ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഓക്കെ, അത് ഹെൽത്തിനെ കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാർ അയാളെ വിശന്ന് കഴിഞ്ഞാൽ അയാളെ ഫ്രണ്ടിൽ എന്ത് സാധനം വന്നാലും കഴിക്കും. പക്ഷേ ഹെൽത്തിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അവയർനെസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർ, അവരെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ സാധനം കഴിക്കില്ല. അവരതിൽ നിന്ന് കറക്റ്റായിട്ട് അവർക്ക് വേണ്ട സാധനം ഓപ്റ്റ് ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ഗോളും കൂടെയാണ് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പഠിക്കുക. ഓക്കെ, ഏതൊക്കെയാണ് എനിക്ക് വേണ്ടാത്തത്, ഏതൊക്കെ എനിക്ക് വേണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, ഞാനതിൽ കൂടുതൽ സമയം ഞാൻ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൾക്കാരെ ഡയറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വലിയ ഡിഗ്രിയോ വലിയ സംഭവങ്ങളോ മെഡിക്കൽ ഡിഗ്രിയോ ഒന്നും ആവശ്യമില്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് നിസ്സാരം പോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതിന് ഞാൻ ഈ പറഞ്ഞ സാധനത്തിൻ്റെയൊക്കെ സയൻറ്റിഫിക് ടേംസ് ഒന്നും എന്നോട് ചോദിക്കണ്ട. ഞാനൊരു ലേമാന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയതും അത് ഞാൻ പ്രാക്ടീസ് ചെയ്തതും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഹെൽത്തിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതും കാര്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ചാനൽ കൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ വലിയ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്ക്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്താണ് വിദഗ്ധന്മാരൊന്നും എൻ്റെ അടുത്ത് മൽപ്പിടുത്തം നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വളരെ സാധാരണക്കാരനാണ്. എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യം പറയും. അത് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്താ, എൻ്റെ കുട്ടികൾ, അവർക്ക് മൂത്തയാൾ 26 വയസ്സായി, ഇളയാൾ 24 വയസ്സായി. അപ്പോൾ അവർ രണ്ടുപേരുടെയും ഹെൽത്ത് നടന്നു കഴിഞ്ഞാൽ അവർ ചെറുത് മുതൽ ഇത്രയും കാലം അവർ വലിയൊരു മെഡിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ കിടന്നത് അങ്ങനത്തെ വളരെ റയറസ്റ്റ്. അവർ എന്തെങ്കിലും ഹെൽത്ത് ചലഞ്ച് ഒന്നും ഏതെങ്കിലും സ്കൂളിൽ ഒരു അറ്റൻഡൻസ് ഇല്ലാതിരുന്ന ഒരു ഇൻസിഡന്റ് പോലും ഉണ്ടായിട്ടില്ല. അവരൊരു പീഡിയാട്രിഷനെ കണ്ടത് എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല. അത്രമാത്രം ഹെൽത്തിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അയാളോട് ചെയ്യണ ഏറ്റവും വലിയ ഫേവർ. നിങ്ങൾക്ക് പല ആൾക്കാരെ നിങ്ങൾക്കറിയാം, ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, പിന്നെ അവരൊക്കെ ഹെൽത്ത് ഇല്ലാതെ വളരെ ജീവിതം, അടുത്ത പറഞ്ഞല്ലോ, ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രേഡിങ് ചെയ്യുന്ന ഒരാൾ, അയാളുടെ 25,000 കോടിയായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി. അദ്ദേഹം 55 വയസ്സിലാണ് മരിച്ചത്. ഓക്കെ, അദ്ദേഹം ഒബീസ് ആയിരുന്നു, ഭയങ്കര ഹൈ ഫാറ്റൊക്കെ വന്നിട്ട് മരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നിട്ട്, ഞാൻ കോടിക്കണക്കിന് രൂപ പല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ മറന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ ഹെൽത്തിന് വേണ്ടി നമ്മൾ മെനക്കെടാനോ നമ്മൾ തയ്യാറായേ പറ്റുള്ളൂ. ഹെൽത്ത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹെൽത്ത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി ജീവിതത്തിലെ എല്ലാ കാര്യവും നമ്മൾ ചിന്തിക്കുന്നതാണ് ഒരു കോമൺ സെൻസ് ഉള്ള, ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല തീരുമാനം.